ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ കുറേ ദിവസമായിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ എൻ്റെ ഫേസിലൊക്കെ നന്നായിട്ട് കാണാനുണ്ട്. സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് ക്ലെൻസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഫേഷ്യൽ മിനി ഫേഷ്യൽ ചെയ്താലോ. അതിന് വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറൊന്നും പോകുന്നില്ല, അധികം കാശ് മുടക്കില്ലാണ്ട് നമുക്കൊരു ഫേഷ്യൽ കിറ്റ് ഉപയോഗിച്ച് ഫേഷ്യൽ ചെയ്യാം. അത് അറൗണ്ട് 250 റുപ്പീസ് ഉള്ളൊരു 3 തവണയൊക്കെ നമുക്ക് ഫേഷ്യൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്ത് കുറച്ച് ഐസ് ക്യൂബ്, വെള്ളം, കുറച്ച് നമ്മൾ തുടയ്ക്കാനുള്ള തുണിയൊക്കെ സംഭവങ്ങളൊക്കെ ആദ്യം തന്നെ കരുതി വയ്ക്കുക. ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക, പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫേഷ്യൽ ചെയ്യുക. ഞാൻ എടുക്കുന്നത് ബഞ്ചാറാസിൻ്റെയാണ്. എനിക്കങ്ങനെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് എനിക്കങ്ങനെ ഒരുപാട് സംഭവം കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും പറ്റില്ല. പക്ഷേ എനിക്കിതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് നന്നായിട്ട് യൂസ് ചെയ്തിട്ട് നല്ല ഫീലാണ് ഉണ്ടായത്. യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ള ഗോൾഡ് ഫേഷ്യൽ കിറ്റ്. ഇതിന് 4 സ്റ്റെപ്പ് ഉണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഫേഷ്യൽ കിറ്റിൻ്റെ സർവ്വ ഡീറ്റെയിൽ ഉണ്ട്, എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ കിറ്റ്. ട്യൂബ് ടൈപ്പിലാണ് ഇത് വരുന്നത്. സ്റ്റെപ്സ് ഒക്കെ 1 2 3 4 എന്നൊക്കെ പറഞ്ഞ സ്റ്റെപ്സ് ഉണ്ടാവും. ഫസ്റ്റ് നമുക്ക് സ്ക്രബാണ് കേട്ടോ. ഒരു ഫേഷ്യലിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണെന്ന് പറയുന്നത് സ്ക്രബാണ്. നമ്മൾ വീക്കിലി എന്തായാലും നമ്മൾ ഫേഷ്യൽ ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ വീക്കിലി ഒരു തവണ നമ്മൾ സ്ക്രബ് ചെയ്യണം. ഡെഡ് സ്കിന്ന് മാറ്റിയെടുത്തില്ലെങ്കിൽ സ്കിന്ന് ഭയങ്കര ഏജ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമുക്കിതൊരു മസാജിങ് ക്രീമാണ് കേട്ടോ. ഒരു ഗോൾഡൻ കളറിലൊരു മസാജ് ക്രീമാണ്. നമുക്ക് മസാജ് ചെയ്യാനൊന്നും അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ റൗണ്ടിലൊന്ന് കൈ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് മസാജ് ചെയ്യാൻ ശേഷം വാഷ് ചെയ്യാം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് മസാജ് ക്രീം തന്നെയാണ്. നമ്മൾ കൈ ഓടുന്നില്ലെങ്കിൽ ഐസ് ക്യൂബിൽ മുക്കിയിട്ട് നമ്മൾ റോസ് വാട്ടറിലോ മുക്കിയിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റെങ്കിലും തുടർച്ചയായിട്ട് മസാജ് ചെയ്യുക. നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്ലോ ഒരാഴ്ചയോളം നിലനിൽക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിലൊക്കെ മതി. നമ്മൾ ഒരുപാട് ഫേഷ്യൽ സ്റ്റെപ്സ് ഒന്നും പഠിക്കണമെന്നില്ല. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലി നമുക്ക് ഫേസ് പാക്ക് ഉണ്ട്. ഇത് നമ്മുടെ എക്സസ് ഓയിലൊക്കെ മാറിയിട്ട് സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ടും സ്കിൻ നന്നായിട്ട് ഇപ്പോൾ സൺടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ഒരു ലുക്ക് നമുക്ക് കിട്ടാൻ ഇത് സഹായിക്കും. അപ്പോൾ നമ്മൾ ഫുള്ള് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക. അതിന് ശേഷം 20 മിനിറ്റ് വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. ശേഷം റോസ് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നമ്മുടെ ഫേഷ്യൽ കഴിഞ്ഞു.